അതെ, ഇന്നൊരു മുട്ടപ്പുളിയുടെ റെസിപ്പി വീഡിയോ ആണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അധികം സമയമൊന്നും വേണ്ട. ഒന്ന് തേങ്ങ അരച്ചെടുക്കുന്ന സമയം മാത്രം മതി. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. അതിനായിട്ട് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വാളൻപുളി, ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ക്യാമറ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ചെറിയുള്ളി ചതച്ചതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായി വരുമ്പോൾ പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരട്ടെ. പുളിവെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത് മൂന്നും ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് റെസിപ്പിയും കൂടെയാണ് ചോറിൻ്റെ കൂടെ. കുറച്ച് വെള്ളത്തിൻ്റെ കുറവ് തോന്നിയപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് കോഴിമുട്ട 2 പൊട്ടിച്ച് വയ്ക്കാം. ശരിക്കും പറഞ്ഞാൽ താറാവ് മുട്ട വെച്ചിട്ടായിരുന്നു പണ്ടൊക്കെ ഈ മുട്ടപ്പുളി വെക്കാറുള്ളത്. പിന്നെ ഇവിടെ ചുറ്റും പാടമാണ്. അപ്പോൾ മഴക്കാലത്തൊക്കെ താറാവിനെ കണ്ടത്തിൽ ഇറക്കാറില്ലേ, അപ്പോൾ നമുക്ക് കുറേ താറാവ് മുട്ട തരുമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മുട്ടപ്പുളി വെക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ അതൊക്കെ കുറഞ്ഞു വന്നപ്പോൾ ഇപ്പോൾ നമ്മൾ കോഴിമുട്ട വെച്ചിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഇത് അടച്ചു വയ്ക്കാം. മുട്ട കുക്കാവാനത്ര സമയമൊന്നും വേണ്ടല്ലോ. ഈ സമയത്ത് വേഗം കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും കൂടെ അരച്ചെടുത്തിട്ട് വരാം. പിന്നെ 1-2 പച്ചമുളക് വേണമെങ്കിൽ ഈ തേങ്ങയുടെ കൂടെ അരച്ചെടുക്കാം. തേങ്ങ അരച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ വെള്ളം എത്ര വേണമെന്നനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. പിന്നെ മുട്ട ആയതുകൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇവിടെ പാലക്കാടാണെങ്കിലും അധികം ആരും ഈ ഒരു ടൈപ്പ് മുട്ടപ്പുളി ഉണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. പലരും മുട്ട സെപ്പറേറ്റ് പൊരിച്ചെടുത്ത് ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ. പിന്നെ ഇവിടെ പിള്ളേരൊക്കെ ചപ്പാത്തിയുടെ കൂടിയും എടുക്കാറുണ്ട്. അപ്പോൾ സിമ്പിളല്ലേ.